അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നും ഒരു ഹോട്ട് ഡോഗ് ബണ്ണിൽ സോസേജ് നിറച്ച് വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കോൺ ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം ഇതുപോലെ ചിക്കൻ്റെ സോസേജാണ്. അപ്പോൾ അതൊരു 3-4 ഞാനിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഒരു വശം ഫ്രൈ ആയി കഴിഞ്ഞാൽ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ 2 വശവും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അതേ പാനിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചോപ്പറിലൊന്ന് കൊത്തിയരിഞ്ഞതാണ് അതോട് ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതോട് ചേർത്തെടുക്കാം. അപ്പോൾ സവാള ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ തക്കാളിയുടെ പേസ്റ്റാണ്. അതിപ്പോൾ ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചതാണ്. അതാണ് കേട്ടോ ചേർക്കുന്നത്. അത് കയ്യിലില്ലെങ്കിൽ നമ്മൾ തക്കാളി തിളപ്പിച്ചിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്താൽ മതി. വേവിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ കുപ്പിയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന തക്കാളി പേസ്റ്റാണ് അതോട് ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി പേസ്റ്റാണ് കേട്ടോ, റെഡ് ചില്ലി പേസ്റ്റ്. അപ്പോൾ കുറച്ച് എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി വേറെ മസാലകളോ അങ്ങനെ ഒന്നും ഇതിൽ ചേർക്കണില്ല. അപ്പോൾ ഞാൻ കുറച്ച് റെഡ് ചില്ലി പേസ്റ്റ് അതും പിന്നെ മസ്റ്റാർഡിൻ്റെ പേസ്റ്റ് അതോട് ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്താണ് ഞാൻ ഇന്ന് ഈ സോസേജിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ മസാല ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് തണുക്കണം. അപ്പോഴേക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ ഇവിടെ എടുത്തിട്ട് കൊടുക്കാം. ഇതുപോലെ നീളത്തിലുള്ള ബണ്ണാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ നടുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനകത്താണ് കേട്ടോ നമ്മൾ ഫില്ലിങ്സ് റെഡിയാക്കുന്നത്. ഇപ്പോൾ കൈ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ്സൊക്കെ നല്ല പോലെ വയ്ക്കാൻ പറ്റും. കണ്ടല്ലോ, ഒരുപാടാക്കണ്ട, ഇതുപോലെ ഒന്നാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല നിറച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജും കൂടി വെച്ചെടുത്ത് വീണ്ടും കുറച്ച് മസാല തേച്ചെടുക്കാം. പിന്നെ ചീസൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കാം. അപ്പം ഞാൻ ഒരെണ്ണത്തിൽ മയോണൈസ് കൂടി തേച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിൽ മയോണൈസും പിന്നെ മസാല നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ആ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ മയോണൈസ് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട, മസാല മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നിറയെ ചീസ് ഉള്ളിൽ നിറച്ച് വെച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റാക്കിയിട്ട് അതും കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കഴിക്കുമ്പോഴൊരു ക്രിസ്പിനെസ്സും ഒരു പ്രത്യേക ടേസ്റ്റാണ് ബട്ടറൊക്കെ ചിലപ്പോൾ. അപ്പോൾ ബട്ടർ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ചെയ്തെടുക്കുന്നത് ഓവനിലാണ്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 180-ൽ ഒരു 10 മിനിറ്റ് മതി. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചതച്ച ഉണക്കമുളക് അതും ചീസിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അവനിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ക്രിസ്പിനെസ്സാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊന്നും കഴിക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് ബേക്കറിയിലൊന്നും പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.